ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവും. അവർക്കൊപ്പം ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കമൻറ്റ് ആക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം ആണെന്ന് തോന്നിട്ട് കൂടുതലാണ് ഈ ഒരു ഇഫ്താർ ടൈമിൽ നമ്മളെല്ലാം കുക്കിങ്ങിൻ്റെ കാര്യമെല്ലാം നമ്മൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴല്ലേ തുടങ്ങുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും ഏകദേശം ഒരു 4 മണി നമ്മൾ അസർ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എല്ലാം കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യൽ. ആ ഒരു ടൈമിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചടപടയിൽ നിന്നിട്ട് അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നോമ്പിൻ്റെ ടൈമിന് നല്ല സുഖമാണ് കേട്ടോ. കാരണം വലിയ പണിയൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് മെയിനായിട്ട് നമുക്ക് എന്തായാലും കുക്കിങ്ങിൻ്റെ പണിയല്ലേ അല്ലാത്ത ടൈമിലും ഉണ്ടാവില്ല. പക്ഷേ നോമ്പ് ടൈമിന് എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. കാരണം ആ ഒരു വൈകുന്നേരം എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആ ഒരു ടൈമിലാക്കിയാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ടൈമിൽ മാത്രം കിച്ചണിൽ പോയാൽ മതിയല്ല. അപ്പോൾ ഇതാ ഞാനും അങ്ങനെ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാനാണ് കേട്ടോ കിച്ചൺ ഡ്യൂട്ടിയിലുള്ളത്. കാരണം ഞാൻ വ്ളോഗ് എടുക്കുമ്പോഴാണ് ഞാൻ കൂടുതലും കുക്കിംഗ് എല്ലാം ചെയ്യൽ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും മക്കൾസിൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതൽ ടൈം ഉണ്ടാവൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് എടുക്കുക. കാരണം കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കറിവേപ്പിലയും പുതിന ഇലയെല്ലാം മുറ്റത്തുനിന്ന് കയറുമ്പിന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ അത്. പിന്നെ സ്നാക്സിനായിട്ട് നമ്മൾ എഗ്ഗെല്ലാം ഒന്ന് ബോയിൽ ചെയ്തെടുക്കലും അങ്ങനെയെല്ലാം കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ ദിവസം നമ്മൾ ഇങ്ങനെ വ്ളോഗൊന്നും ഇടാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മുന്നത്തെ 2-3 വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ മുമ്പത്തെ വ്ളോഗാണോ ഇതേതാണെന്നൊന്നും ആയിരിക്കും ഫുള്ള് കൺഫ്യൂഷനാണ്. ഞാനിപ്പോൾ ഇടയിൽ നാട്ടിലാണോ ഗൾഫിലാണോ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പം നാട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനാണ് ഇട്ടത്. ശരിക്കും ഇതിൽ നല്ല റെസിപ്പീസ് എല്ലാം ഇല്ലോണ്ടാണ് കേട്ടോ ഞാനത് അപ്ലോഡ് ആക്കിയിട്ട്. മെയിൻ അതിൽ റെസിപ്പീസ് തന്നെയല്ലേ കൂടുതലായിട്ടില്ലത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും റീ അപ്ലോഡ് ആക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ കുറേ കാണാത്തവർ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ആ ഒരു പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കേട്ടോ ആ ഒരു വ്ളോഗെല്ലാം കണ്ടിട്ടുള്ളത്. നമ്മൾ ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം 2-3 ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടും ബാക്കിയെല്ലാം ന്യൂ സബ്സ്ക്രൈബറാണ് കേട്ടോ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിയിലേക്കുള്ള ഉള്ളി തക്കാളി എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബീഫ് ബിരിയാണി ഇട്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം ബീഫെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്കൊരു 4 വലിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ പഴുത്ത ടൈപ്പ് 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെന്താന്നില്ലേ തൈര്. ഞാനിത് മുന്നേ എടുത്തോണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇതിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ നമ്മളെ പുതിന ഇല, അതുപോലെ തന്നെ മല്ലിയില. പിന്നെ പുതിന ഇലയൊന്നും അങ്ങനെ ഓവറായിട്ട് ബിരിയാണിയിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ പുതിന ഇലേൻ്റെ ഫ്ലേവർ തന്നെ അങ്ങ് മൊത്തത്തിലാവും. അപ്പോൾ കുറച്ച് മാത്രം ഇടാം. കൂടുതൽ നമ്മൾ മല്ലിയില ഇടാം, അതിൻ്റെ കുറച്ച് ഭാഗം പുതിന ഇലയായിട്ട് ഇടാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയല്ല നമ്മൾ പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മുന്നേ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അത് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ വെളുത്തുള്ളിയെല്ലാം തൊലിക്കാൻ നല്ല പണിയില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു പേസ്റ്റ് അങ്ങനെ ആക്കി വെച്ചുകൊണ്ട് തന്നെ ഞാൻ 2 ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും 1 ബോട്ടിൽ കംപ്ലീറ്റ് കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 ബോട്ടിലും കൂടിയുണ്ട്. നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ആക്കിയോണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ആ ഒരു മിക്സിങ്ങിൻ്റെ ടൈമിലല്ലേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിലത്. ഇനിയിപ്പോൾ അത് ഞാൻ പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് അങ്ങനെ കുക്ക് ചെയ്ത ടൈമിൽ വെള്ളം ചേർക്കൂല. പക്ഷെ നമ്മളെ കുക്കറിൽ പെട്ടെന്ന് ഇങ്ങനെ വിസിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതായിപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഇല്ലോണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്തത്. അപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബീഫിൽ നിന്ന് തന്നെ നല്ല പോലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. ഇനിയിപ്പോൾ അത് അവിടെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്കും കൂടി റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റും പഴവും വെച്ചിട്ടുള്ളൊരു കുംസാണ് കേട്ടോ. കുംസ് മീൻസ് നമ്മളെ ഒരു പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ
ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം പിന്നെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഫസ്റ്റിന് നമ്മൾ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് പോകുന്ന വരെ നമ്മൾ പശു നെയ്യിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കായ്പോളയും ക്യാരറ്റ് പോളയും ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ പഴവും അതേപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കലാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ മക്കൾസ് എല്ലാം ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് എല്ലാം ആക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു വെജിറ്റബിൾ എല്ലാം എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം അതും കൂടി അങ്ങ് കഴിച്ചോളും അല്ല. പിന്നെ ഓവറായിട്ട് അങ്ങനെ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്ത അങ്ങനത്തെ എല്ലാം ടൈപ്പല്ലേ ഇത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മളെ ബിരിയാണിയിലേക്കുള്ള ഉള്ളി അതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ അസ്ർ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. മക്കൾസിനെല്ലാം സെറ്റാക്കി. പിന്നെ ചെറിയ ആളും കൂടി ഇല്ലോണ്ട് തന്നെ, ചെറിയ ഫാത്തിമാവും ഇല്ലോണ്ട് തന്നെ ഓളിപ്പം ഭയങ്കര കരഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. ഞാൻ തന്നെ വേണം, ഞാൻ തന്നെ ഇങ്ങനെ എടുക്കണം. ഞാനിങ്ങനെ അതിലേ നടക്കുമ്പോൾ എല്ലാം ഒക്കെ മെയിൻ നമ്മൾ തന്നെ വേണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓളെല്ലാം റെഡിയാക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്താണ് കേട്ടോ അതിലത്. അപ്പോൾ പിന്നെ കിച്ചൺ എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനും പറ്റുമല്ലോ. അപ്പം ഇത് നെക്സ്റ്റ് ഞാൻ നമ്മൾ ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയും ആ ഒരു രീതിയിൽ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടി മുന്തിരി അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അണ്ടി മുന്തിരി അത്ര ചോക്കണ്ട കേട്ടോ. ഞാൻ എവിടെയോ നോക്കി നിന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചോത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അതിൻ്റെ ഇടയിലായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ആ ഒരു പോള റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. ആ ഒരു ക്യാരറ്റും പഴവും വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഏലക്കായ് പൊടിച്ചതുണ്ടല്ലോ അതും, പിന്നെ കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി എടുത്ത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് ഈത്തപ്പഴം കൂടി കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ വെറും ക്യാരറ്റ് മാത്രം അതുപോലെ തന്നെ പഴം മാത്രം ആക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇതിലങ്ങനെ നട്ട്സൊന്നും മുകളിൽ ഇട്ട് കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ അതിൽ മറ്റേ ബിരിയാണിയിലേക്ക് ആക്കിയത് 2-3 ഇട്ട് കൊടുത്തിരുന്നേ ഇല്ല. പക്ഷേ ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു ഈത്തപ്പഴവും എല്ലാം ചെറിയതായിട്ട് കട്ടാക്കി വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിച്ച് അട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം അപ്പുറത്തുനിന്നും എല്ലാ സമാധാനത്തിൽ ആകട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മസാല ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. കുറച്ചേ വെള്ളമില്ല. സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഞാൻ പിന്നെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടാണ് ഇത്രയും കാണുന്നില്ലെങ്കിൽ പിന്നെ ഈ ഒരു കുക്കറിന് ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. അതുകൊണ്ട് കാരണം നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതെന്തായാലും അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മസാല ഏകദേശം ഒന്ന് കുക്കായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഞാൻ വേഗം നമ്മളെ അരിയും അതായത് റൈസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഒരു സൈഡിൽ നിന്ന് അതും റെഡിയാക്കി എല്ലാം ഇപ്പുറത്തുനിന്ന് ചടപടയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയെടുക്കലാണ് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഒന്നരപ്പാടെ വേഗം കുറേ ടൈം എനിക്ക് കിച്ചണിൽ അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ. എല്ലാം ഒരു സൈഡിനാക്കുമ്പം ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ആക്കലാന്ന്. അപ്പം ഞാനവിടെ ആ ഒരു വെള്ളം നമ്മൾ ബിരിയാണിയിലേക്ക് റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം അവിടെ തിളക്കാനായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ആ ഒരു ബോയിൽ ചെയ്തെടുത്ത എഗ്ഗ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് വിചാരിച്ച് മുട്ട വെച്ചിട്ട് ആ മുട്ട ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്ക് മടി വന്നിട്ട് പിന്നെ അതിൽ തേങ്ങയും ഇതെല്ലാം സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, നമുക്ക് വേഗം ഈ മുളകിട്ട് പൊരിക്കലുണ്ടല്ലോ, അതും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയിൽ പിന്നെ ഒന്നുമില്ല കേട്ടോ. ഗരം മസാല, കുരുമുളക് പൊടി, നമ്മളെ കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. പിന്നെ മുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോണ്ടല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരയിട്ട് കൊടുക്കണം, എന്നാലാണ് ആ ഒരു മസാലയെല്ലാം അതിൻ്റെ ഉള്ളിൽ പിടിച്ച് നല്ല അടിപൊളിയാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇത് നമ്മൾ ആ ഒരു പോളയും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ഗീ റൈസും കൂടി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും നോർമലി അറിയുന്നതല്ലേ, നമ്മളെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഇതാ ഒരു റൈസ് ആടുന്ന് ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോൾ തന്നെ ഞാൻ നമ്മളെ ബിരിയാണീൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലയും ഒന്ന് റെഡിയായി വരുമ്പോൾ തന്നെ ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ. മസാല ഇപ്പുറത്തുനിന്ന് സെറ്റാകുമ്പോൾ നമുക്ക്
എന്താണ് അപ്പുറത്തെ സൈഡ് റൈസും റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിയില, എന്താണ് കറിവേപ്പില, പുതിന ഇല എല്ലാം ഇട്ട് കൊടുത്തിന് കേട്ടോ, കുറച്ചായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പം. എന്താണ് ബീഫ് ബിരിയാണിയിൽ നമ്മളെല്ലാവരും പല ടൈപ്പിലും വെക്കുന്നതല്ല, പക്ഷേ ഈ ഒരു രീതിയിൽ ആ ഒരു ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ സിമ്പിളും അല്ലേ, നമുക്ക് പെട്ടെന്നെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ദം ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ എന്താണ് അടിയിൽ ഫുള്ള് മസാല അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകളിൽ അണ്ടി മുന്തിരി ഉള്ളിയെല്ലാം പൊരിച്ചെടുത്ത് ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് ഗീയും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മല്ലിയില അതെല്ലാം ഇട്ട് കൊടുത്ത്, ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയറും അതുപോലെ റൈസ് 2 ലെയറായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ നല്ല ആ ഒരു റൈസിൽ ഫുള്ളായിട്ട് ആ ഒരു സ്മെല്ലും ഇതെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു അപ്പുറത്തെ സൈഡിൽ ഞാൻ ബിരിയാണി ദം ചെയ്യാനായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതെല്ലാം കൂടി ഏകദേശം ഒരു മാക്സിമം ഞാൻ ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇതാക്കിയിട്ടുണ്ടായിന് കേട്ടോ. കാരണം അതിന് മുന്നേ ആകട്ടേനും, പക്ഷെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബേബീസിനെല്ലാം നോക്കാനെല്ലാം പോയതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത്. ഇല്ലെങ്കിൽ പിന്നെ അതിലും കുറച്ച് നേരത്തെ ആകും. ഇനിയിപ്പോൾ അതെല്ലാം നമ്മളെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ നോമ്പ് മുറിക്കേണ്ട ആ ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ വേഗം ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം മോനിപ്പം അത്യാവശ്യം ഹെൽപ്പെല്ലാം ചെയ്യും കേട്ടോ. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നോമ്പ് മുറിക്കാനാകുന്ന ടൈമിൽ ഭയങ്കര ഒരു തിരക്കെല്ലാം ഉണ്ടാവില്ല, അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. അവർ നോമ്പ് മുറിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഫുള്ളൊരു ഹറിബറിയായിരിക്കും. ആ ഒരു ടൈം അങ്ങോട്ട് ചാട്ടം ഇങ്ങോട്ട് ചാട്ടം എല്ലാം ആയിട്ട് ഭയങ്കര ഒരു തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിനെല്ലാം മോനെ ഇതുപോലെ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് തരും കേട്ടോ. ഇങ്ങനെ പറയണം നമ്മൾ അത് അല്ലെങ്കിൽ ചില ടൈമിൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാം വേഗം ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ അങ്ങനെ നമ്മളെപ്പരം ഇതാക്കാനും വിടലില്ല, കാരണം മൊത്തത്തിൽ ഇടങ്ങേറാക്കി വെക്കും, ഫുള്ള് നിരത്തിയിട്ട് കുറേ പാത്രവും ഇതെല്ലാം നിരത്തിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഹെൽപ്പാക്കാനെല്ലാം വിളിക്കലുണ്ട് കേട്ടോ. നമ്മൾ ആൺകുട്ടികളായാലും എല്ലാം അവരെയും കൂടി പഠിപ്പിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരിത്. കാരണം നമ്മൾ പെൺകുട്ടികൾ മാത്രം എല്ലാം ചെയ്യണം, ആണുങ്ങളൊന്നും ചെയ്തുകൂടാ അങ്ങനത്തെ കണക്കൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ഒരുപോലെ ചെയ്യണം എന്നാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവരെ നല്ലോണം പുഷ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാനെല്ലാം നോക്കലുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നോമ്പ് മുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ജ്യൂസായിട്ട് ഞാൻ അവക്കാഡോ ആണ് കേട്ടോ ജ്യൂസ് ആക്കിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ബിരിയാണി ഇങ്ങനെ സെർവ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് ആ ഒരു മുകളിലിട്ട ആ ഒരു റൈസ് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ ആ ഒരു മുകളിലിട്ട സംഭവങ്ങളെല്ലാം ആയിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി നല്ല റെഡിയായി വരുമ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബിരിയാണി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ, സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ റെസിപ്പീസ് എല്ലാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.